ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഗാന്ധി കുടുംബമല്ല ഗണ്ഡി കുടുംബമാണ്, അങ്ങനെ പറയണമെന്ന് ഒരുപാട് കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ കണ്ടു. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കൊടുത്ത വാർത്തകളുടെ പശ്ചാത്തലത്തിൽ. ശരിയെങ്കിൽ പിന്നെ അങ്ങനെ പറഞ്ഞു കളയാം. ഗണ്ഡി കുടുംബം, ഈ കുടുംബം കൂട്ടത്തോടെ ജയിലിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവരുടെ കുരുക്ക് മുറുകി മുറുകി വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം 661 കോടി കണ്ടുകെട്ടി ഇന്നലെ വാദ്രയെ വിളിച്ചിട്ടുണ്ട്, വീണ്ടും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നിക്കക്കള്ളി ഇല്ലാതെ ഈ വാർത്തകളൊക്കെ മൂടി വെക്കാനായിട്ട് ശ്രമിച്ചു. ഈ കണ്ടു കെട്ടിയതോടുകൂടി ഈ സംഭവം അങ്ങ് നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്നില്ല. ഇതിപ്പോ വീണ്ടും വീണ്ടും വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വീണ്ടും വീണ്ടും കേസുകൾ വരികയാണ്, വീണ്ടും വീണ്ടും നൂലാമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ പ്രവർത്തകരോട് ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ, മാധ്യമങ്ങൾക്ക് ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ അവർക്കും ഇവർക്കും നിക്കക്കള്ളി ഇല്ല എന്നുള്ള ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ പൊതുജനങ്ങൾ ഇതൊക്കെ അറിഞ്ഞു. അപ്പൊ നിലവിൽ ഒരു പ്രക്ഷോഭത്തിന് ഇവർ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്താണ് ഇവരുടെ പ്രക്ഷോഭം? ഈ പ്രക്ഷോഭം ഇവരുടെ വിജയിക്കാൻ സാധ്യതയുണ്ടോ? ബേസിക്കലി എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇവർക്ക് ഉളുപ്പുണ്ടോ എന്നുള്ളത്. അതെ, ഈ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തില് ഈ ഡ്രാമകൾക്ക് എന്നും ഒരു വലിയ സ്ഥാനമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ രാഷ്ട്രീയവും ജീവിതവും ഒക്കെ ഈ സിനിമകളോട് ഇഴപിരിഞ്ഞ് നിൽക്കുന്നതാണ്. തമിഴ്നാടായാലും ഇന്ത്യൻ രാഷ്ട്രീയമായാലും ഒക്കെ സെന്റിമെന്റ്സും സിനിമകളും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഡ്രാമാസ് നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. അതിനകത്തൊരു വൈകാരിക തലം അതിൽ കൂടെ സൃഷ്ടിച്ച് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ ജയലളിത MGR-ന്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ മൂളിയും താഴെയിട്ട് അതൊക്കെ പിന്നീട് വലിയൊരു പൊളിറ്റിക്കൽ മൈലേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നമ്മുടെ കേരളത്തിൽ പോലും അങ്ങനെ ഉണ്ട്. പൊളിറ്റിക്കൽ മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ട് ചുവന്ന മഷി ദേഹത്ത് പുരട്ടി ലാത്തിച്ചാർജിനിടയിൽ നിലവിളിച്ച സഖാവ് വരെ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വൈകാരിക തലങ്ങൾ. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല. ഇന്ന് രാവിലെ വീണ്ടും ശ്രീ റോബർട്ട് വാദ്രയെ ചോദ്യം ചെയ്യാൻ ED വിളിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം അദ്ദേഹത്തെ അനുഗമിച്ചിരുന്നു. ഇപ്പൊ ED ഓഫീസിന് മുൻപിൽ വെച്ച് റോബർട്ട് വാദ്ര തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അത് വളരെ വൈകാരികമായ ഒരു സെന്റിമെന്റൽ രംഗമാണ് നമ്മൾ സിനിമയിലേക്ക് കാണുന്നത്. ഏതോ ഒരു വലിയ ഇതിലേക്ക് പോകുന്നു. ഇത് സൃഷ്ടിക്കാനുള്ള ഈ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ഒക്കെ കാലം 80കളിലും 90കളിലും ഇന്ത്യയിൽ അസ്തമിച്ചു. എനിക്ക് തോന്നുന്നു സിനിമകളിൽ പോലും ഇത്തരത്തിലുള്ള ഈ ഡ്രാമകൾ കാണിക്കാറുണ്ട്. കാരണം ഇതൊരു വൈകാരിക രംഗം സൃഷ്ടിക്കുകയാണ്. ഞാനിപ്പോൾ എന്തായാലും അകത്ത് പോകും, അങ്ങേരും യാതൊരു ഡൗട്ടും ഇല്ല, അതിനും മാത്രം കേസുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് ഞാൻ പോവുകയാണ്, എന്നെ കുരുക്കുകയാണ് പ്രിയതമേ എന്നുള്ള ഒരു ഫീല് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് തൊട്ട് പിന്നാലെ പുള്ളി മാത്രമല്ല, യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ യോദ്ധാക്കൾ ഈ പ്രിയതമയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോകുന്നൊരു സീനുണ്ട്. യുദ്ധത്തിന്, കാരണം തിരിച്ചു വരുമോന്ന് അറിയില്ല, ഞാൻ രാജ്യത്തിന് വേണ്ടി യുദ്ധത്തിന് പോവുകയാണെന്നുള്ള രീതിയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സമാനമായ രീതിയിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ കിരാത ഭരണകൂടത്തിന്റെ ഇരയായി ഞാനിതാ ഒരു യുദ്ധത്തിനായി പുറപ്പെടുകയാണ്, അതുകൊണ്ട് ഒരു ചുംബനം ഇരിക്കട്ടെ എന്ന രീതിയിലായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത്. ഇതൊക്കെ കോൺഗ്രസ്സുകാരുടെ അടുത്ത് നടക്കും, ഇതൊക്കെ ഇവിടെപ്പെട്ട പാവപ്പെട്ട ജനങ്ങളുടെ അടുത്ത് നടക്കുമെന്ന് അറിയില്ല. അല്ല ധനുഷ്, ഇങ്ങനെയുള്ള സീൻസ് ഉണ്ടല്ലോ, ഈ ഫോട്ടോസ്, ഇങ്ങനെയുള്ള ഫോട്ടോസിന് വലിയ മൈലേജ് കിട്ടും. കാരണം ഇത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ കൂടെ ശക്തമായി ഇരിക്കുന്നുണ്ട്. ഈ ഫോട്ടോ വെട്ടിയിട്ടിട്ട് കണ്ടില്ലേ ഒരു സ്ത്രീയെ പടുകുഴിയിലാക്കിക്കൊണ്ട്, മോദിയുടെ നീക്കം കൊണ്ടൊരു സ്ത്രീ പെരുവഴിയായെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സെന്റി സാധനങ്ങൾ ഇട്ടും മ്യൂസിക് ഇട്ടൊക്കെ ഇറക്കാൻ വരും. അപ്പൊ അങ്ങനെയുള്ള ഫോട്ടോ സെഷൻസ് കൂടെ അറിഞ്ഞിട്ടാണ് ഇപ്പൊ പൊളിറ്റീഷ്യൻസ് കൂടുതലായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. അല്ല പഴയതുപോലെയല്ല, ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് പോലെ ആരെങ്കിലും മൊബൈലിൽ വെക്കും. അതുകൊണ്ട് എല്ലാ രംഗത്തും ഇവര് കുറച്ചുകൂടെ വിജിലന്റ് ആണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിന് തൊട്ടു പിന്നാലെ സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും എതിരെ കുറ്റപത്രം ED സമർപ്പിച്ചിരിക്കുകയാണ്. 5000 കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദനം, കള്ളപ്പണം വെളുപ്പിക്കൽ. 1-2 രൂപയല്ല, 5000 കോടി രൂപയാണ്. അതായത് സോണിയാഗാന്ധിക്കും മകൻ രാഹുൽ ഗാന്ധിക്കും ഒരു കമ്പനിയുണ്ട്, യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ 70% ഓഹരികളും രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിന്റെ മാതാവ് സോണിയാഗാന്ധിക്കുമാണ്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ കൊടുത്തൊരു പ്രോപ്പർട്ടി വാങ്ങുന്നു. ആ പ്രോപ്പർട്ടി നാഷണൽ ഹെറാൾഡിന്റെ ഇതിലായിട്ടാണ് പ്രോപ്പർട്ടി വാങ്ങുന്നത്. അതിന് 5000 കോടി രൂപയുടെ മൂല്യമുണ്ട്. 5000 കോടി രൂപയുടെ മൂല്യമുള്ള ഒരു വസ്തു എങ്ങനെയാണ് 50 ലക്ഷം രൂപയ്ക്ക് വിൽക്കുന്നത്, ഇല്ലെങ്കിൽ വാങ്ങാൻ കഴിയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായി തന്നെ വരും. ഇപ്പൊ നമുക്ക് അറിയാം, തിരുവനന്തപുരത്ത് കവടിയാറിലാണ് അവിടുത്തെ ഏറ്റവും കൂടുതൽ വിലയുള്ള സ്ഥലം കിടക്കുന്നതാണ് എനിക്ക് തോന്നുന്നു. അവിടെ വന്നിട്ട് ഞാൻ 100 രൂപയ്ക്ക് ഒരേക്കർ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്നവർക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസകരമായിരിക്കും. അങ്ങനെ പറയുന്നു, ഈ ട്രസ്റ്റിലേക്ക് ചേർക്കുന്നു. ഇത് നമ്മൾ ഇന്നലെ സമഗ്രമായി ഇതിനെക്കുറിച്ച് ഈ റോബർട്ട് വാദ്രയുടെയും ഈ ആ കുടുംബത്തിന്റെയും, അതായത് ഈ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും ഒക്കെ ഫുൾ തട്ടിപ്പിന്റെ സമഗ്ര ചിത്രം നമ്മൾ ഇന്നലെ പറഞ്ഞു. എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നതെന്നും എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത്. ഈ കേസുകളുമായിട്ട് നരേന്ദ്രമോദിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ കേസ് വരുന്നത് 2013 ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്, അദ്ദേഹം BJPയുടെ നേതാവാണ്. അന്ന് BJP അധികാരത്തിൽ വരുമോ എന്ന് പോലും ആർക്കും അറിയില്ല. അന്ന് ശ്രീ
മൻമോഹൻ സിംഗ് രാജ്യം ഭരിക്കുന്ന സമയമാണ്. കോൺഗ്രസിന് വലിയ അപ്രമാദിത്വമുള്ള സമയം, രാജ്യമെങ്ങും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുമെന്ന് സൂചന നൽകുന്ന സമയം. ആ സമയത്ത് കൊടുക്കുമ്പോഴാണ് ഈ കേസ് കൊടുക്കുന്നത്. ആ കേസ് പിന്നെയും എത്ര കാലം നീണ്ടുപോയി, അതിന്റെ അന്വേഷണം നീണ്ടുപോയി, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നീണ്ടുപോയിട്ട് മോദി വന്നിട്ട് അത് സ്പീഡായോ? സ്പീഡായില്ല. പിന്നെയും അത് നീണ്ടുപോയി എഴഞ്ഞെഴഞ്ഞ് 2022-ലോ 2023-ലോ മറ്റോ ആണ് ഈ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്യാൻ തന്നെ വിളിപ്പിക്കുന്നത്. അപ്പോഴത്തെ വകുപ്പിലൊക്കെ നമുക്കറിയാലോ, റോഡിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി, സ്ട്രൈക്ക് നടത്തുന്നു, റോഡ് ബന്ദ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് നടന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ രാജ്യത്തെമ്പാടും ED ഓഫീസുകളിലൊക്കെ മാർച്ച് നടത്തണമെന്നായിരുന്നു കോൺഗ്രസ് ആവശ്യപ്പെട്ടതെങ്കിലും പഴയ ആ ചൂടും ചൂരും ഒന്നും ഇപ്പൊ കാണാനില്ല. കുറച്ചുപേര് വന്ന് പ്ലക്കാർഡുമായിട്ട് കുറെ ഷോ ചെയ്ത് പോകുന്നു എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇല്ല. കാരണം ഇതിനൊക്കെ അതായത് നമ്മൾ അറിയാൻ കഴിയുന്നത് ED കൊടുത്ത കുറ്റപത്രത്തോടൊപ്പം ഈ 5000 കോടി രൂപ തട്ടിപ്പിന്റെ സുപ്രധാനപരമായ തെളിവുകൾ കൂടി ED നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഈ രണ്ടുപേരും പോകുന്നത് അകത്തേക്കാണ്, അല്ലാതെ പുറത്തേക്കല്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പൊ അതിൽ നിന്ന് സ്വാഭാവികമാണ്, അത് നമ്മൾ രാഷ്ട്രീയ പാർട്ടി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതിൽ നിന്ന് എങ്ങനെ മുതലെടുക്കാൻ കഴിയും എന്നുള്ളതാണ് അവര് നോക്കുന്നത്. എത്രത്തോളം മൈലേജ് കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ആ മൈലേജിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങൾ. ഒരുപക്ഷെ കുറച്ച് ദിവസങ്ങളുണ്ട്, ചിലപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് ഒരുപക്ഷെ ഭദ്ര അകത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിന്റെ പിന്നാലെ തന്നെ ഈ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ആ ഒരു സമയത്തേക്ക് വേണ്ടി ഇപ്പോഴേ ഒരു മൈലേജ് സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ്. പക്ഷെ ഇത് പഴയ ഇന്ത്യ അല്ല എന്നുള്ളതാണ്. കാരണം സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും സജീവമായി നിൽക്കുന്ന ഈ കാലത്ത് ചില മുഖ്യധാരാ മാധ്യമങ്ങൾ മാത്രം വിചാരിച്ചാലൊന്നും ഈ വാർത്ത ജനങ്ങളിൽ എത്താതിരിക്കത്തൊന്നുമില്ല. എല്ലാവരിലും എത്തും. തട്ടിപ്പിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. മരുമോന്റെ തട്ടിപ്പിന്റെ ഒരു ഭാഗമാണ് ഇന്നലെ വന്നത്. അതിന് ചെറിയ തട്ടിപ്പൊന്നുമല്ല, കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ്. ഒരു സംസ്ഥാനം തന്നെ എഴുതി വിറ്റ കേസാണ് ആ ഉള്ളത്. അതവിടെ നിൽക്കുമ്പോഴാണ് ഈ കേസ് നടക്കുന്നത്. അതായത് ഇതെല്ലാം ലിങ്ക്ഡ് ആണ് ഈ കേസുകൾ. അതായത് റോബർട്ട് വദ്ര ഹരിയാനയിൽ നടത്തിയ കേസ് നമ്മൾ ഇതിനകത്ത് വിശദമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും വിശദമായിട്ട് പറയാത്തത്. ആ കേസിലും നാഷണൽ ഹെറാൾഡ് ഒരു ഭാഗമാണ്. ഇനി അതുപോലെ തന്നെ യങ് ഇന്ത്യ ലിമിറ്റഡ്, രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ സ്വന്തം കമ്പനി യങ് ഇന്ത്യ ലിമിറ്റഡ് ഇതിൽ പങ്കാണ്. അതായത് ഒരു ചെയിൻ തന്നെയാണ്. അതായത് ഒരു കുടുംബം സംയുക്തമായി ഒരു രാജ്യത്തെ കൊള്ളയടിച്ച ചിത്രമാണ് വരും ദിവസം ഈ രാജ്യം കാണാൻ പോകുന്നത്, കാത്തിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ഒരു ചെറിയ മഞ്ഞുമലയുടെ ഒരു അറ്റമാണ് ഇപ്പൊ കണ്ടിരിക്കുന്നത്. 5000 കോടി രൂപ. ഒന്ന് ആലോചിച്ച് നോക്ക്, 5000 കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ലേ? ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുമായിരുന്നു. അതായത് തലപ്പത്തിരിക്കുന്നവർ തന്നെ നഗ്നമായ അഴിമതി. ഇവരാണ് പറയുന്നത് ഞങ്ങളുടെ കുടുംബമാണ് സ്വാതന്ത്ര്യം നേടുന്നത്, ഞങ്ങളുടെ കുടുംബമില്ലായിരുന്നു ഇന്ത്യയിലെ, ഞങ്ങളാണ് അങ്ങനെ, ഞങ്ങളാണെങ്കിൽ അയ്യോ അങ്ങനെ പറയരുത് എന്ന് പറയുന്നത്. വരും കാലങ്ങളിൽ ഇവരുടെ ബാക്കിയുള്ള നേതാക്കളുടെ ഡീറ്റെയിൽസുകൾ പുറത്തു വരും, എന്തൊക്കെയാണ് ഈ പോക്കൃത്തരം കാണിച്ചെന്നുള്ളത്. ഇപ്പൊ ഇവരെന്താ നെഹ്റുവിനെ കൂടുതൽ പൂഴ്ത്തി പറയാത്തെന്ന് വെച്ചാൽ നെഹ്റുവിന്റെ പഴയ കഥകൾ മുഴുവൻ ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ടിരിക്കുക. അരുണാചലുമായിട്ടുള്ള വിഷയങ്ങൾ, ചൈനയുമായിട്ടുള്ള വിഷയങ്ങൾ, POK പാകിസ്ഥാൻ കാശ്മീർ പോയ വിഷയങ്ങൾ, പാകിസ്ഥാൻ വിഭജിച്ച്, അങ്ങനെ പഴയ കഥകളൊക്കെ ഓരോരുത്തർ പണ്ട് ഈ കഥകൾ അറിയാവുന്നവർ ഈ രാജ്യത്ത് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്കൊരു മീഡിയ ഇല്ലായിരുന്നു തുറന്നു പറയാനായിട്ട്. അവര് പിന്നെ ആരെയാണ് സമീപിക്കേണ്ടത്? മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് അതിന് താല്പര്യമില്ല. ഇപ്പോഴങ്ങനെയല്ല. അങ്ങനെയുള്ളവർക്കും അന്നത്തെ ആ ചരിത്രങ്ങൾ സൂക്ഷിക്കുന്നവർക്കും അതിന്റെ തെളിവുകൾ സൂക്ഷിക്കുന്നവർക്കും ഒക്കെ ഇന്ന് അത് ഓപ്പൺ ചെയ്യാനായിട്ട് അനവധി മീഡിയാസ് ഉയർന്നു വന്നിരിക്കും. അത് തന്നെയാണ് അതിന്റെ പ്രധാന കാര്യം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമരം ക്ലച്ച് പിടിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല നിലവിൽ. കാരണം ഈ ഇതും പറഞ്ഞിട്ട് ഞങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഇവര് വളരെ ബുദ്ധിപൂർവ്വം തന്നെയാണ് BJP നീങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവര് ഈ കേസിന്റെ ഫുൾ ഡീറ്റെയിൽസ്, എത്ര കോടി രൂപയാണ്, എങ്ങനെയാണ് അടിച്ചു മാറ്റുന്നത്, ലളിതമായ രീതിയിൽ, സാധാരണ നമുക്കറിയാം കോടതി ഭാഷയൊക്കെ സാധാരണ ജനത്തിന് മനസ്സിലാകത്തില്ലെങ്കിൽ ഇവരത് ലളിതവൽക്കരിച്ചുകൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ അവർ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർ തട്ടിപ്പാണ് എന്നുള്ളത്. കാരണം ഇന്ത്യയിലെ ജനം എന്തും സഹിക്കും. അവരെ പറ്റിക്കാൻ മാത്രം അവരുടെ ജനത്തിന്റെ ഖജനാവ് കട്ടുപിടിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തെ പറ്റിക്കാൻ അവർ സമ്മതിക്കില്ല. അതിന്റെ ഫലമായിരുന്നു മൻമോഹൻ സിംഗ് പോകേണ്ടി വന്നത്. കൽക്കരി കുംഭകോണം, 2G കുംഭകോണം, സർവത്ര കുംഭകോണമാണ്. അവിടെയാണ് ഈ കുംഭകോണം. അതിനകത്ത് നമുക്ക് അതിശയങ്ങളൊന്നുമില്ല. കോൺഗ്രസിന്റെ കാലത്ത് അഴിമതി നടന്നു പറഞ്ഞാൽ ഈ രാജ്യത്ത് ഒരു ജീവിക്കും അതിശയമില്ല. രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ചലനവും ഈ രാജ്യത്ത് അത് ഉണ്ടാക്കാൻ പോകുന്നില്ല. കേരളത്തിൽ ഒരുപക്ഷെ കോൺഗ്രസിന് കുറച്ച് ദിവസം പ്രകടനം നടത്താനുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളതില്ല. അതിൽ യാതൊരു കഥയുമില്ല, ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും അനിവാര്യമായതാണ് സംഭവിക്കുന്നത്. അത് സംഭവിച്ചല്ലേ പറ്റൂ. കർമ്മ എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് അനുഭവിക്കാതെ പോകാൻ കഴിയില്ല. അതിന്റെ ഭാഗമായിട്ട് കരുതാം. താങ്ക് യു ചേട്ടാ.